ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഒരു കാര്യം ചെയ്യാം, മോളൊരു പ്രവേശന പരീക്ഷ എഴുതട്ടെ. ജയിച്ചാൽ അവളുടെ പാകത്തിന് പറ്റിയ ക്ലാസ്സിൽ ചേർക്കാം. എന്താ? അതെ സർ. വാട്ട്സ് യുവർ നെയിം? ഐ ആം ഇന്ത്യ. ഞാൻ പറഞ്ഞില്ലേ, സമയത്ത് സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ വരുന്ന പ്രശ്നം കണ്ടല്ലോ. സ്വന്തം പേര് ചോദിച്ചാൽ രാജ്യത്തിന്റെ പേരാ പറയുക. നോ സർ, മൈ നെയിം ഇസ് ഇന്ത്യ. അത് കൊള്ളാലോ. ഇതിലും വെറൈറ്റി ഒരു പേരാ സോമചേട്ടൻ ആദ്യം ഇടാനിരുന്നേ, കൃമുഹി. കൃമുഹിയോ? ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു. പിന്നീട് ഞങ്ങൾ വിചാരിച്ചു മതമേ വേണ്ട. ഇവൻ ചെറുപ്പത്തിലെ വ്യത്യസ്തനാണല്ലോ. എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് ചോദിച്ച കക്ഷിയാണ്. അപ്പോഴേ സോമ, എക്സാം ഡേറ്റ് ഞാൻ അറിയിക്കാം. ഓക്കെ. ശരി. ഹായ് അച്ഛാ. നിന്റെ ബാഗിന് തന്നെ പറ്റിയതാടാ? അമ്മ ഇത് എന്റെ ബാഗല്ല. അഡ്മിഷൻ ശരിയായോ? ആ, ജോർജ് മാഷ് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എഴുതിയ പരീക്ഷയ്ക്ക് ഇവയ്ക്ക് എ ഗ്രേഡ് ഉണ്ടെന്ന്. പറ്റിയ നാളെ തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അച്ചോടാ, ഇനിയിപ്പൊ ഞാൻ ആരുടെ കൂടെ കളിക്കും? അമ്മൂമ്മ രാത്രി കാണുന്ന സീരിയലൊക്കെ ഉച്ചയ്ക്ക് ഒന്നുകൂടെ കൂടെ കണ്ടാ മതി. അച്ഛാ, എനിക്കൊരു സംശയം. വീണ പറയാ അച്ഛനമ്മ കെട്ടിപ്പിടിച്ചപ്പോഴാ ഞാനുണ്ടായെന്ന്. ആണോ അച്ഛാ? എന്നാ പിള്ളേരെ ഇത്? സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ വഷളായോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇനി ഇതിവിടെ ചോദിക്കരുതെന്ന്. പിള്ളേരുടെ സംശയങ്ങള് നമ്മളല്ലാതെ ആര് പറഞ്ഞു കൊടുക്കാനാ ശാലിനി? ചേട്ടാ വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണ്ട. ഓ, വാ തുറന്ന സംശയം ചോദിക്കുന്ന ഒരു കൊച്ചും അതിനൊക്കെ സമാധാനം പറയാൻ പറ്റിയ ഒരു തത്തയും. മോളെ, അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയപ്പോൾ ഞങ്ങൾ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ സ്നേഹത്തോടുകൂടി ഒന്നായപ്പോൾ അമ്മയുടെ വയറ്റിൽ മോളുണ്ടായി. അങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടന്ന് മോൾ ഓരോ മാസവും വളർന്നു. തിരിഞ്ഞും മറിഞ്ഞും നിന്റെ കുഞ്ഞിക്കാല് വെച്ച് അമ്മയുടെ വയറ്റിൽ ചവിട്ടുമ്പോൾ അത് സന്തോഷത്തോടുകൂടി സഹിച്ച് 10 മാസം നിന്നെ ചുമന്ന ആളാണ് നിന്റെ അമ്മ. വേദന കടിച്ചമർത്തി നൊന്ത് പ്രസവിച്ച് നിന്നെ ഒരു നോക്ക് കാണാനുള്ള നിന്റെ അമ്മയുടെ വെപ്രാളവും സന്തോഷമൊക്കെ നേരിട്ട് കണ്ടവനാണ് നിന്റെ അച്ഛൻ. മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവരാണ് അമ്മമാർ. അവരൊരിക്കലും കരയിപ്പിക്കരുത്. ഐസിയുന്ന് മാറ്റിയോ? ഇപ്പൊ നല്ല മാറ്റമുണ്ട്. അടുത്ത ആഴ്ച ഡിസ്ചാർജ് ആകുമെന്നാ പറയുന്നത്. എനിക്കിതുവരെ ഒന്നും പോകാൻ പറ്റിയില്ല. വിസിറ്റേഴ്സ് അലൗഡ് അല്ലേ? ഓ അതെ സർ. സർ, ഹായ്, ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു സർ. ഹാപ്പി ബർത്ത്ഡേ മോളോ. താങ്ക് യു മാം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സർ. അയ്യോ സാറേ, എന്ത് സാറേ? എന്താ പറ്റി? കൊണ്ടുപോയാലോ? ഹലോ, ഇന്ത്യയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ആ ശരി, ഓക്കെ, ഞാൻ പറയാം. സോമചേട്ടൻ എവിടെ അമ്മേ? അവൻ പുറത്തുണ്ട്. എന്നാടി? നിങ്ങൾ എന്നെ ഇന്ന് ഈ വേദിയിലേക്ക് ക്ഷണിച്ചത് ഒരു അതിഥിയായിട്ടാണ്. പക്ഷേ ഇന്നിവിടെ നിൽക്കുന്നത് വ്യക്തിപരമായി എനിക്കേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതെൻ്റെ 2ാം ജന്മമാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒരുപക്ഷെ കുറച്ചു നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയേക്കാമായിരുന്ന ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഒരു കൊച്ചുമിടുക്കിയാണ്. വളരെ രസകരമായ ഒരു പേരിനുടമയാണ് ആ കുട്ടി, ഇന്ത്യ. അതിലും രസകരമാണ് അവളുടെ രീതികൾ.
സാർ 9 വർഷം പ്രാഥമിക വിദ്യാഭ്യാസം ഒന്നും നേടാതെ നേരിട്ട് പ്രവേശന പരീക്ഷ എഴുതി ഉയർന്ന ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിയ കുട്ടി കൂടിയാണ് നമ്മുടെ ഇന്ത്യ. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ഇന്ത്യയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വാ മോളെ, കയറി വാ. ചെല്ലു മോളെ. ഈ കുഞ്ഞു നൽകിയ കൃത്രിമശ്വാസത്തിൻ്റെ പച്ചയിൽ ജീവശ്വാസം നേടിയ ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ അതിൻ്റെ പ്രാധാന്യമോ പ്രസക്തിയോ ശാസ്ത്രീയതയോ ഒന്നും ഇന്ത്യക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അന്ന് ചെയ്തത് എന്താണെന്ന് അറിയുമോ മോൾക്ക്? അറിയാം സർ. അതിന്റെ പേര് CPR ആണെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛനാണോ ഇതൊക്കെ മോൾക്ക് പഠിപ്പിച്ചു തന്നത്? സ്കൂളിൽ പഠിപ്പിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയുടെ അച്ഛൻ ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോമനെ എനിക്ക് നേരത്തെ അറിയാം സാർ. ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. സോമനെയും സോമന്റെ സമര രീതികളെയും എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ ഈ നാട്ടുകാർ. സോമ, 2 വാക്ക്. ഇന്ത്യയെക്കുറിച്ച്, സോമനെക്കുറിച്ച്, സോമന്റെ ചിന്തകളെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, പലയിടത്തും പാടെ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. വീട്ടിലും നാട്ടിലുമൊക്കെ ഒരുപാട് പരിഹാസത്തിന് ഇരയുമായിട്ടുണ്ട്. ഇരട്ട പേരുകൾ തന്നെ പലതായിരുന്നു. പാഴ് സോമൻ, ഭ്രാന്തൻ സോമൻ, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ ഒരു പക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കൊക്കെ ആയിരിക്കും. ചുറ്റുപാടുകളെ വേദനിപ്പിക്കാതെ തന്നെ എൻ്റേതായ ജീവിത രീതികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരംശം ഞാൻ എൻ്റെ മകൾക്ക് പകർന്നു നൽകിയിട്ടുമുണ്ട്. വളരെ പ്രാക്ടിക്കലായിട്ടാണ് സാർ ഞാൻ അവൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മകൾക്ക് എന്നങ്ങനെ ചെയ്യാൻ സാധിച്ചത്. കുറച്ചുകൂടി തെളിയിച്ച് പറയാം. ഇവിടെ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. അതിനല്ലേ സോമ ആ സിലിണ്ടർ അവിടെ ഇരിക്കുന്നത്, അതെടുത്തങ്ങ് കെടുത്തണം. ശരി, അതിനിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ സിലിണ്ടർ ഉപയോഗിക്കാൻ അറിയാം? ഇതാണ് സാർ നമ്മുടെ അവസ്ഥ. ഇതും കൂടെ ചേർന്നതായിരിക്കണം വിദ്യാഭ്യാസം. നമ്മുടെ ചുറ്റുപാടുകളെ തൊടാതെയും അറിയാതെയുമുള്ള ഈ അഭ്യാസം നമുക്ക് എന്തിനാണ് സാർ? കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും മറക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ഒരു നാട് ജീവിക്കാൻ കൊള്ളാതെ ആകുന്നത്. ഒരു ബൈക്ക് അപകടം ഉണ്ടായാൽ കള്ളത്തരം കാണിച്ച റോഡ് കോൺട്രാക്ടറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹെൽമെറ്റ് വെക്കാത്ത നമ്മുടെ ഉത്തരവാദിത്ത കുറവിനെ കുറിച്ച് കൂടി ചിന്തിക്കണം. രോഗിയുടെ കഴുത്തിറക്കുന്ന ആശുപത്രികൾ മാത്രമല്ല, ക്യാൻസർ പരത്തുന്ന കീടനാശിനികൾ തളിക്കുന്ന കർഷകൻ ചെയ്യുന്നതും ക്രൂരത തന്നെയാണ്. നമ്മൾ ഒരിടത്ത് വിതയ്ക്കുന്ന കള്ളത്തരം മറ്റൊരിടത്ത് നിന്ന് നമ്മൾ തന്നെ കൊയ്യും.